നവകേരള സദസ് ബസിന് നേരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞതിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പോലീസ് വാദിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് വിശദമായി പരിശോധിക്കേണ്ടതാണെന്ന് മന്ത്രി കെ രാജൻ കൂടി ഇന്നിപ്പോൾ അല്പസമയം മുൻപ് മീഡിയ വണ്ണിനോട് പ്രതികരിക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകർക്കെതിരെ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം കേസുകളെ പറ്റിയാണ് ഇന്നിപ്പോൾ സീറോ അവർ പരിശോധിക്കുന്നത്. മീഡിയ വൺ എഡിറ്റർ ശ്രീ പ്രമോദ് രാമൻ കൂടി തത്സമയം ചേരുകയാണ്. ശ്രീ പ്രമോദ് രാമൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കേസ് മാത്രമല്ല, നമുക്കറിയാം മുൻകാലങ്ങളിൽ ഇത്തരം സമാനമായ കേസുകൾ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ അവരുടെ സോഴ്സുകളെ വാർത്തകൾക്കായി പല അവസരങ്ങളിലും വിളിക്കും. ഇതൊക്കെ വലിയ തെളിവുകളാക്കി എടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഗൂഢാലോചന നടത്തിയെന്ന വാദമുയർത്തിയാണ് കേസെടുക്കുന്നത്. എത്രത്തോളം സാധ്യമാണ് ഈ ഘട്ടത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സംസ്ഥാനത്ത്? ജിൽസി, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതും ജിൽസി ചോദിച്ചതുമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് ഇത് മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ, പോലീസ് ആ നിലയ്ക്ക് ഇടപെടുകയാണോ എന്ന ചോദ്യം. നമുക്ക് അങ്ങനെ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നതാണ്. കാരണം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ സംഘർഷ മേഖലകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ അതിനുവേണ്ടി തുനിയുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ഇവരെ കോണ്ടാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രവർത്തകർ തിരിച്ച് മാധ്യമങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ സാധാരണമാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത് KSU പ്രവർത്തകരെന്നല്ല, SFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും പിന്നെ DYFIയും എല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ നിലയ്ക്ക് നമ്മുടെയൊക്കെ ഫോണുകളിലേക്ക് പ്രത്യേകിച്ച് റിപ്പോർട്ടർമാരുടെ ഫോണുകളിലേക്ക് ധാരാളം കോളുകൾ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വന്നു എന്നിരിക്കും. ഒന്ന്, അത് ഒരു തെളിവായി സ്വീകരിക്കുക എന്ന് പറയുന്നതിലെ മണ്ടത്തരം. രണ്ടാമത്തെ ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ ആ മാധ്യമപ്രവർത്തകയാണ്, ഇപ്പോൾ VG വിനീതയാണ് ആ സ്ഥലത്തുണ്ടായിരുന്ന ഏക മാധ്യമപ്രവർത്തക എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് തെളിവാണ് പോലീസിന് ലഭ്യമാകുന്നത്? അതുകൊണ്ടുണ്ടാകുന്ന ഏക കാര്യം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക കാര്യം, മറ്റുള്ളവർ അറിയാത്തൊരു കാര്യം VG വിനീത അറിയുകയും അവിടെ എത്തുകയും ചെയ്തു എന്നതാണ്. അത് അവരുടെ മിടുക്കായി നമ്മൾ കാണേണ്ടി വരും. അതുപോലെ തന്നെ ഏക ദൃശ്യം അവർക്കാണ്, വ്യക്തമായ ദൃശ്യം 24 ന്യൂസിനാണ് കിട്ടിയതെങ്കിൽ ഓഫ് കോഴ്സ് അത് അവരുടെ നേട്ടമാണ്. ആ നിലയ്ക്കാണ് മാധ്യമ പ്രവർത്തനത്തെ നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ അത് ഒരു കുറ്റകൃത്യമായിട്ടോ അല്ലെങ്കിൽ അതൊരു പിന്നെ ഗൂഢാലോചനയായിട്ടോ ഒക്കെ തന്നെ കാണുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്നതാണ് അതിൻ്റെ ഏക ഉദ്ദേശം. അതായത് ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ ഗവൺമെന്റിനെതിരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം പ്രതിപക്ഷവുമായി ഗൂഢാലോചന നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം, അഖില നന്ദകുമാറിനെതിരെ എടുത്ത കേസ് അവസാനം അവർക്കെതിരായിട്ടുള്ള കുറ്റം ചാർജ് ഷീറ്റിൽ നിന്ന് അവരുടെ പേര് മാറ്റേണ്ടി വന്നു എന്നൊരു സാഹചര്യമുണ്ടായി. കോടതി ഇടപെടലിലൂടെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ അന്ന് എന്തായിരുന്നു കാര്യം? അന്ന് KSU പ്രവർത്തകർ മഹാരാജാസ് കോളേജിൽ കയറി പ്രിൻസിപ്പലിനോട് സംസാരിച്ചതൊക്കെ അഖില നന്ദകുമാർ എന്ന ജേർണലിസ്റ്റ് കൂടി അറിഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ്. സമാനമായ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസും വന്നിരിക്കുന്നത്. ഈ സമരം നടക്കുന്നതിന് മുമ്പേ ഇനി ഷൂ എറിയും എന്ന ഒരു ധാരണ ആ മാധ്യമ പ്രവർത്തകയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചെയ്യുള്ളൂ, അതാണ് അവരുടെ പണി. അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കാൻ പോകുന്നുണ്ട് എങ്കിൽ അവരത് പോയി റിപ്പോർട്ട് ചെയ്യും. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. അത് മുൻകൂറായി അത് അവരറിഞ്ഞു എന്നത് ഒരു തരത്തിലും അവരുടെ കുറ്റകൃത്യമായി മാറുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാധ്യമങ്ങൾ ഒന്നിച്ചു നിന്നില്ല എങ്കിൽ ഇത് വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമുക്കറിയാം, ധാരാളം മാധ്യമ പ്രവർത്തകർ ദേശീയ തലത്തിൽ ഒരുപാട് കേസുകൾ നേരിടുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് ഈ കേസുകളൊക്കെ? സർക്കാർ രഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തെത്തിച്ചു, അല്ലെങ്കിൽ സർക്കാരിനെതിരായ കണ്ടെത്തലുകൾ നമുക്കറിയാം, പല അദാനിക്കെതിരായ കണ്ടെത്തലുകൾ പോലുമുണ്ട്. ദേശീയ തലത്തിലോ രാജ്യാന്തര തലത്തിലോ വരുന്ന കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകൾ എത്തിച്ചു, അത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ പേരിലാണ് ഈ കേസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് മാധ്യമപ്രവർത്തകർ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് അത് ഉണ്ടാകുന്നുണ്ട്. ആ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മുൻകൂറായി തന്നെ ഭരണകേന്ദ്രങ്ങളുമായി സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എടുക്കാൻ, ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടിയുള്ള സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ, ഞാൻ പറയുന്ന അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഗൂഢാലോചനയായി കണ്ടാലോ?
ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായി കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എതിരെ കേസെടുക്കുക എന്ന് പറയുന്ന സംഘപരിവാർ അജണ്ടയും കേരളത്തിൽ ഒരു സമരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു മാധ്യമ പ്രവർത്തക, അത് നോക്കണം, നമ്മൾ വനിതാ മാധ്യമ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ മാധ്യമ രംഗത്ത് വനിതകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്, അവരുടെ വളരെ സജീവമായ ഇടപെടൽ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ് അതിന് മുന്നൊരുക്കത്തോടു കൂടി പോയി അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിലെന്താണ് തെറ്റ് എന്നുള്ളത് നമ്മൾ കാണണം. അവരെ പ്രമോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നേരത്തെ അഖിലയുടെ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ പിന്നീട് അഖില ഈ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നിലവിൽ ഒരുപക്ഷെ വിനീതയ്ക്കെതിരെ ഇരിക്കുന്ന കേസ്, അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ വളരെ ദുർബലമായ തെളിവുകൾ തന്നെയാണ്. ഈ കേസിനും ഒരുപക്ഷെ മറ്റൊരു ഗതി ഉണ്ടാകാനിടയില്ല. പക്ഷെ അതേസമയം ഈ കേസ് എടുക്കുന്നത് വഴി മാധ്യമപ്രവർത്തകരെ, തങ്ങൾക്കെതിരായി ശബ്ദിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അവരുടെ ഒരു വിശ്വാസ്യത തകർക്കുക, മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്നവരാണ്, പക്ഷം പിടിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അവരെ വിശ്വാസ്യത പൊതുസമൂഹത്തിൽ തകർക്കാനുള്ള കൃത്യമായ ഒരു ഗൂഢാലോചന, ഒരു ഗൂഢനീക്കം ഇതിന് പിന്നിലുണ്ടെന്ന് വേണം സംശയിക്കാൻ. ജിൽസി, ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ മീഡിയ വണ്ണിന്റെ കേസിൽ തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ചില്ലിംഗ് എഫക്റ്റ് എന്ന് പറയും. ഈ ചില്ലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരാൾക്കെതിരെ കേസെടുത്താൽ അതേ നിലയിൽ നിൽക്കുന്ന മറ്റു പലരെയും അത് ഇനിയൊരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനകത്തോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുന്നതിലോ അവരെ പിന്തിരിപ്പിക്കും എന്നുള്ളതാണ്. ആ ഒരു ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ മീഡിയ വൺ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആ ചില്ലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, നമ്മുടെ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഒരു ലംഘനമാണത് അത്തരത്തിലുള്ള നടപടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സമാനമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയും സംഭവിക്കുന്നത് അതാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ആ ക്ലോസിന്റെ മേൽ മാത്രമാണ് VG വിനീതയും പ്രവർത്തിക്കുന്നത്. അതിന്റെ അളവ്, അതിന്റെ ഒരു പരിധി ഏതാണെന്ന് നിശ്ചയിക്കുന്നതിന് ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 19(2) മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ആർട്ടിക്കിൾ 19(2) എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇവരൊക്കെ പഠിക്കട്ടെ എന്തൊക്കെയാണ് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് മാത്രമേ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് പകരം ഇവിടെ പോലീസിനെ ഇടപെടുവിച്ച് കേസെടുപ്പിക്കുക, എല്ലാ വിഷയങ്ങളിലും പോലീസിനെ കൊണ്ട്, ഇപ്പൊ പോലീസ് എന്ന് പറയുന്നത് നിയമ നടത്തിപ്പിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആളുകൾ എന്ന നിലയിൽ പല കേസുകളിലും സമരങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരും സ്വാഭാവികമായും. കാരണം അത് നിയമലംഘനമായിരിക്കും എപ്പോഴും. ആ നിയമലംഘനത്തിനെതിരെ കേസ് എടുക്കുന്നുണ്ടാവും. ആ കേസ് മാധ്യമ പ്രവർത്തകർക്ക് കൂടി ബാധകമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് നൽകപ്പെട്ടിരിക്കുന്ന പ്രൊട്ടക്ഷൻ, ആ സംരക്ഷണത്തിന്റെ ലംഘനമാണത്. ഭരണഘടനാപരമായി നൽകപ്പെട്ടിരിക്കുന്ന സംരക്ഷണത്തിനുള്ള ലംഘനമാണ് അത്. 19(2) പ്രകാരം എന്തെങ്കിലും കുറ്റം VG വിനീത ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നിലയ്ക്ക് മാത്രമേ കേസിന് പോകാൻ സാധ്യതയുള്ളൂ. അത് ദേശീയമായി അംഗീകരിക്കപ്പെട്ടതാണ്, നമ്മുടെ ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഉറപ്പാണ്. അപ്പൊ അതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കേസെടുക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്തുണ്ടായ ആളുകളെ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു, അവർ ഫോൺ ചെയ്തു, മൊബൈലിൽ എന്തോ പറഞ്ഞു, വേറൊരു വിഷയമല്ല, അവർ ഇന്ന ആളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിമിനൽ കേസുകൾ എടുക്കാൻ പോയാൽ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയുള്ളൂ. അത് ഫലത്തിൽ മാധ്യമ പ്രവർത്തനം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇല്ലാതാക്കുക എന്ന വേറൊരു വലിയ അജണ്ട, അത് നമുക്കറിയാം രാജ്യത്ത് നിന്ന് ഏത് നിലയിലാണ് ആ അജണ്ട സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആ അജണ്ടയ്ക്ക് സഹായകമാവുകയേ ഉള്ളൂ എന്ന് ഇടതുപക്ഷം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷം മാത്രമല്ല, ഇടതുപക്ഷം നയിക്കുന്ന ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് അത് ചിന്തിക്കുന്നെങ്കിൽ നന്ന്.